പരിശുദ്ധമായ മുഹറം മാസം അവസാനിച്ച് സഫർ മാസം നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണ്. സഫർ മാസം ആഗതമാകുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, സഫർ മാസത്തിന് ശ്രദ്ധിക്കണം, അത് ദുഷ്ടഗുണമുള്ള മാസമാണ്, അപകടങ്ങൾ സംഭവിക്കുന്ന മാസമാണ്. ഇതിൽ വല്ല സത്യാവസ്ഥയും ഉണ്ടോ എന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ വിശദമായി നമ്മൾക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച 3 പ്രാർത്ഥനകൾ, 3 ദിക്റുകളും നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ് കേട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് നമ്മളെ ക്ലാസ് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, മുറാദുകൾ ഹാസിലാക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ സമാധാനം ലഭിക്കാൻ ആ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജ്ലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അള്ളാഹുവിന്റെ സിംഹം അസദുല്ല എന്ന പേര് അറിയപ്പെടുന്ന സഹാബി ആരാണ്? അൽഹംദുലില്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട്. അതിന്റെ ശരിയായ ആൻസർ അസദുല്ല എന്നറിയപ്പെടുന്ന സഹാബി ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച സഹാബിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ക്ലാസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച റസൂലുള്ളാഹിന്റെ ഒരു ഭാര്യയാണ് ആയിഷ ബീവി. ആയിഷ ബീവിയുടെ പിതാവിന്റെ പേര് എന്താണ്? അറിയുന്ന ആളുകളൊന്ന് എഴുതി വിട്ടാണ്, ഞാൻ നോക്കട്ടെ. ഉമ്മമാർക്കൊക്കെ അത് അറിയോ നോക്കട്ടെ. ഉമ്മമാരൊക്കെ ആയിഷ ബീവിയുമായി സ്വർഗത്തിൽ വെച്ച് കൂടുതൽ ബന്ധപ്പെടേണ്ടവരാണ്, എല്ലാവരും ബന്ധപ്പെടണം. അതുകൊണ്ട് അറിയുന്ന ആളുകളൊക്കെ ആയിഷ ബീവിയുടെ ഉപ്പയുടെ പേരെന്താണ് എന്നൊന്ന് എഴുതിവിടുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മുഹറം മാസം നമ്മൾ ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഈ മുഹറം മാസത്തിൽ നമ്മളെ മജ്ലിസിൽ ഒരുപാട് അറിവുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ രാവിലെ നടക്കുന്ന മജ്ലിസിൽ ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ, അതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് മുഹറമുകളെ വരവേൽക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ മുഹറം മാസം അവസാനിച്ച് സഫർ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഒരുപാട് ആളുകൾ പറയാറുണ്ട്, സഫർ മാസത്തിനെ ശ്രദ്ധിക്കണട്ടോ, സഫർ മാസം ദുഷ്ടഗുണമുള്ള മാസമാണ്, സഫർ മാസത്തിൽ ഒരുപാട് അപകടങ്ങൾ നടക്കും, അതുകൊണ്ട് നിങ്ങൾ സഫർ മാസത്തിനെ ശ്രദ്ധിക്കണേ എന്ന് പല അറിവില്ലാത്ത ആളുകളും പറയുന്നതായി കാണാം. ഇതിൽ വല്ല സത്യാവസ്ഥയും ഉണ്ടോ എന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് വിശദമായി പഠിക്കാം. അതുപോലെ തന്നെ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച 3 ദിക്റുകളും നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സഫർ മാസത്തിന് സഫർ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? പരിശുദ്ധമായ ദുൽഖഅദ് മാസം, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസം, മുഹറം മാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളിൽ 3 മാസങ്ങളാണല്ലോ. ഈ 3 മാസം കഴിഞ്ഞുകൊണ്ട് അറബികളായ ആളുകൾ യുദ്ധത്തിന് വേണ്ടി അവരെ വീടുകളെല്ലാം അടച്ചുകൊണ്ട് എല്ലാവരും യുദ്ധത്തിന് വേണ്ടി പോകുന്ന ഒരു മാസമാണ് സഫർ മാസം. അതുകൊണ്ടാണ് ഈ മാസത്തിന് സഫർ എന്ന് പേര് വരാൻ കാരണമെന്ന് പല ആളുകളും രേഖപ്പെടുത്തിയതായി കാണാം. രണ്ടാമത്തെ ഒരു അഭിപ്രായം, പഴയ വിവരമില്ലാത്ത അറബികൾ തെറ്റിദ്ധരിച്ചിരുന്നു, നമ്മളുടെ വയറിന്റെ ഉള്ളിൽ ഒരു പാമ്പുണ്ട്, ഒരു സർപ്പമുണ്ട്. ആ സർപ്പം നമ്മളെ വയറ്റിൽ കൊത്തുന്ന സമയത്താണ് നമ്മൾക്ക് വിശപ്പ് അനുഭവപ്പെടുക. അങ്ങനെ ആ സർപ്പം നമ്മളെ വയറിൽ കൊത്തി കൊത്തി വിഷം നമ്മളെ ശരീരത്തിലേക്ക് ഏൽക്കുമ്പോഴാണ് നമ്മൾക്ക് മരണം സംഭവിക്കുന്നത്. ആ സർപ്പത്തിന്റെ പേരാണ് സഫർ എന്നും പല അറിവില്ലാത്ത അറബികളും തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതിന് ശേഷം അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ലോകത്തിനോട് പറയുകയാണ്, ലാ അദുവ വലാ ത്വീറത വലാ ഹമ്മത വലാ സഫറ വലാ സഫറ. എന്താണ് അതിന്റെ അർത്ഥം? രോഗം സ്വന്തമായി പകരുകയില്ല,
അതുപോലെ തന്നെ ദുശകുനം ഇസ്ലാമിലില്ല, പക്ഷിശാസ്ത്രം ഇസ്ലാമിലില്ല, അന്ധവിശ്വാസങ്ങൾ ഇസ്ലാമിലില്ല, അവിശ്വാസങ്ങൾ ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ സഫറിന് യാതൊരുവിധ കുഴപ്പവുമില്ല. സഫർ ദുസ്സഗുണമല്ല, അത് ആപത്തിന്റെ മാസമല്ല, ആഫത്ത് മുസീബത്തുകൾ നടമാടുന്ന ഒരു മാസമല്ല സഫർ മാസമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിനോട് വിളിച്ചു പറയുകയാണ്. പിന്നെ എന്തിനാണ് സഫർ മാസത്തിനെ നാം തെറ്റിദ്ധരിക്കുന്നത്? സഫർ മാസത്തിനെ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നിങ്ങൾ നോക്കാണി, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വജ ഇബ്നതഹു അലിയൻ റളിയല്ലാഹു അൻഹു ഫീ സഫറിൻ. ഹബീബായ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണല്ലോ ഫാത്തിമ ബീവി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് അള്ളാന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? ലോകത്തിനോട് പറഞ്ഞു ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. നമ്മളൊക്കെ സാധാരണ പാടാറുണ്ടല്ലോ, അഴകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. ആ ഫാത്തിമ ബീവിയിലെ പാട്ട് രസമുണ്ടെങ്കിൽ രസമുണ്ട് എന്ന് കമന്റിൽ എഴുതി വിടുക. അതിനാരും പിശുക്കത്തരം കാണിക്കണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്യാൻ അള്ളാന്റെ റസൂല് തെരഞ്ഞെടുത്ത മാസം അത് സഫർ മാസമായിരുന്നു എന്നല്ലേ പറയുന്നത്? പിന്നെ എന്തിനാണ് സഫർ മാസം വരുമ്പോ നാം തെറ്റിദ്ധരിക്കുന്നത്? പിന്നെ എന്തിനാണ് സഫർ മാസം വരുമ്പോ നാം തറക്കല്ലിടാൻ ഭയക്കുന്നത്, മക്കളുടെ വിവാഹം ചെയ്യാൻ ഭയക്കുന്നത്? എന്തിനാണ് പ്രിയമുള്ളവരെ? ഭയക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല. ഇനി നിങ്ങൾ നോക്ക്, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഖദീജ ബീവിയെ വിവാഹം ചെയ്തത് ഒരു സഫർ മാസത്തിലായിരുന്നു. മാണിക്യമലരായ ബീവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. എന്ത് രസമുള്ള പാട്ടാണല്ലേ! ഞാൻ പാടുന്നതല്ല, നിങ്ങൾക്കൊക്കെ അത് ഉഷാറായി പാടാൻ കഴിയും. ഞാനൊന്ന് പാടി നോക്കിയതാണ്. അപ്പൊ ഏതായാലും എന്റെ പ്രിയമുള്ളവരെ, ആ ഖദീജ ബീവിയെ, ആരാണ് ഖദീജ ബീവി? സ്വർഗ സ്ത്രീ രത്നങ്ങളിൽപ്പെട്ടവരല്ലേ ഖദീജ ബീവി? സ്വർഗത്തിലെ സെക്രട്ടറിമാരിലെ ഒരു വനിതയാണ് ഖദീജ ബീവി. ആ ഖദീജ ബീവിയെ വിവാഹം ചെയ്യാൻ അള്ളാന്റെ റസൂൽ തെരഞ്ഞെടുത്തത് ഏത് മാസത്തിലാണ്? സഫർ മാസത്തിലാണ്. അതുകൊണ്ട് സഫർ മാസത്തിന് ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ സൈനബ ബീവിയെ അള്ളാന്റെ റസൂൽ വിവാഹം നിക്കാഹ് ചെയ്തത് സഫർ മാസത്തിലാണ്. സഫർ മാസത്തിന് കുഴപ്പമുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ ഇതൊക്കെ ചെയ്യോ? ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു കൊടുക്കുവോ? ഖദീജ ബീവിയെ വിവാഹം ചെയ്യോ? സൈനബ ബീവിയെ നിക്കാഹ് ചെയ്യോ? അതുപോലെ തന്നെ മദീനയിൽ നിന്ന് ആദ്യമായി സൈനിക നീക്കം നടത്തിയത് അത് സഫർ മാസത്തിലാണ്. അതുപോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ ആരംഭിച്ചത് അത് സഫർ മാസത്തിലാണ്. ഇങ്ങനെ സഫർ മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂതന്മാരുമായുള്ള യുദ്ധത്തില് മുസ്ലിമീങ്ങൾ വിജയിച്ചത് സഫർ മാസത്തിലാണ്. റോമക്കാരോട് സഹാബിമാര് യുദ്ധം ചെയ്തപ്പോ അവര് വിജയിച്ചതും സഫർ മാസത്തിലാണ്. ഇങ്ങനെ സഫർ മാസത്തില് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം റമദാന് പോലെ, റബീഉൽ അവ്വൽ പോലെ, ദുൽഖഅദ് പോലെ, മുഹറം പോലെ സഫർ മാസത്തിന് വലിയ ഒരു പ്രത്യേകത ഉണ്ട് എന്നാരും മനസ്സിലാക്കണ്ട. അങ്ങനെ മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. അപ്പൊ ആകയാൽ ഞാൻ പറഞ്ഞത് സഫർ മാസം ഭയക്കണ്ട മാസമല്ല. സഫർ മാസത്തിൽ ദുഷ്ടഗുണങ്ങളില്ല. എന്നാൽ എല്ലാ മാസങ്ങളെ പോലെ സഫർ മാസത്തിൽ നെഹസിന്റെ ദിവസങ്ങളുണ്ട്. അത് റബീഉൽ അവ്വലിൽ നമ്മൾ നോക്കാറുണ്ട്, മുഹറം മാസത്തിലും നോക്കാറുണ്ട്. അതൊക്കെ ഉസ്താദ്മാരോട് ചോദിക്കണം. മഹാന്മാരവരെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം. സഫർ 2, അതുപോലെ തന്നെ സഫർ 3, സഫർ 5, സഫർ 10, സഫർ 13, 16, 20, 21 നെഹ്സുള്ള ദിവസങ്ങളാണ് എന്ന്. അതിന്റെ അർത്ഥം എന്താ? ആ ദിവസം ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊന്നുമില്ല. നമ്മൾ ശരിക്കും സുബ്ഹിയാണ് നിസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവിനോടാണ് ദുആ ചെയ്തിട്ട് ദിക്റും സ്വലാത്തും ചൊല്ലി ആ ദിവസത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവൂല. പല ആളുകളും നെഹ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ നീക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഫറിലെ ഒടുവിലെ അവസാനത്തെ ബുധനാഴ്ച, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അത് സഫർ മാസത്തിലെ എന്ന് മാത്രമല്ല എല്ലാ മാസങ്ങളിലെ അവസാനത്തെ ബുധനാഴ്ച ശ്രദ്ധിക്കണേ എന്ന്, അത് സൂക്ഷിക്കേണ്ട ദിവസമാണെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സഫർ മാസത്തിലൊന്നുമല്ല. അപ്പൊ സഫർ മാസത്തിനെ കുറിച്ച് ആരും ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ വെക്കേണ്ടതില്ല. അത് നല്ല മാസം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും തുടങ്ങാം. മക്കളെ വിവാഹം അതിൽ പറ്റും, അതുപോലെ തന്നെ ഹൗസ് വാമിങ് പറ്റും, തറക്കല്ലിടാൻ പറ്റും, കച്ചവടം തുടങ്ങാൻ പറ്റും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, ആഫത്ത് മുസീബത്തിനെയാണോ നിങ്ങൾ പേടിക്കുന്നത്? ദുശഗുണത്തിനെയാണോ നിങ്ങൾ പേടിക്കുന്നത്? അതല്ലെങ്കിൽ അപകടത്തിനെയാണോ നിങ്ങൾ പേടിക്കുന്നത്? എന്നാൽ
ആ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് 3 ദിക്റുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഒന്നാമത്തെ ദിക്ർ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എന്റെ കൂടെ സ്നേഹനിധികളായ കരന്റെ കഷ്ണങ്ങളായ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരന്മാരൊന്ന് പറയൂ. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്നുകൂടെ പറയാം. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതങ്ങ് ചൊല്ലിക്കോ, ഒരു അപകടങ്ങളും സംഭവിക്കൂല. ആ ദിവസം നിനക്ക് നല്ല റാഹത്താണ്. അതുപോലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. മഹാന്മാര് പറയുന്നുണ്ട്, നമ്മളെ മജ്ലിസിൽ പല സമയത്തായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോ സുബഹി നിസ്കാരത്തിന് ശേഷം 28 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് പാരായണം ചെയ്യുക. ഒരു പ്രയാസം ഉണ്ടാവൂല, ഒരു അപകടം ഉണ്ടാവൂല. നമ്മൾ യാത്ര പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് എല്ലാവരും ചെല്ലുക, മക്കളോടൊക്കെ ചെല്ലാൻ പറയണം. രാവിലെ 28 പ്രാവശ്യം. ഇത് യാസീൻ സൂറത്തിലെ ആയത്താണ്. മെൻസസ് ഉള്ള ഉമ്മമാർ എന്ത് ചെയ്യുക? ഇത് ദിക്റാണ് എന്ന നിലക്ക് ചൊല്ലുക. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 28 പ്രാവശ്യം പ്രത്യേകം ചെല്ലണമെന്ന് കുത്തുബിയത്തിന്റെ ശറഹിൽ മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം. കുത്തുബിയത്ത് ചൊല്ലുമ്പോ അതിന്റെ തുടക്കത്തില് 28 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ മൂന്നാമത്തെ ദിക്ർ അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. എന്റെ കൂടെ ഒന്ന് പറയും. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഒരാവത്തും ഉണ്ടാവൂല, ഒരു പ്രയാസം ഉണ്ടാവൂല. അതുപോലെ തന്നെ നമ്മൾ എന്തിനാ ഭയക്കുന്നത്? കൃത്യമായിട്ട് സുബഹി നിസ്കരിക്കുന്ന ആളുകള്, ഖളാ ആകാതെ സുബഹി നിസ്കരിക്കുന്ന ആളുകള് എന്തിനു ഭയക്കണം? സുബഹി നിസ്കരിച്ച് ദുആ ചെയ്യുന്ന ആളുകള്, തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ച് ദുആ ചെയ്യുന്ന ആളുകളൊക്കെ, ദുആ നിസ്കരിക്കുന്ന ആളുകളൊക്കെ എന്തിനു ഭയക്കണം? അള്ളാന്റെ രക്ഷ ഉണ്ടാവൂലേ? അവർക്കൊക്കെ അള്ളാന്റെ കാവൽ ഉണ്ടാവൂലേ? അള്ളാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവൂലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നിസ്കരിക്കാത്ത ആളുകൾക്ക് സഫർ മാസം എന്നല്ല, ഏത് മാസത്തിലും അപകടം ഉണ്ടാവും. ഏത് മാസത്തിലും അള്ളാന്റെ കാവൽ ഉണ്ടാവൂല. നിസ്കരിക്കാത്ത ആളുകൾക്ക്, ഖുർആൻ ഓതാത്ത ആളുകൾക്ക്, റബ്ബിന്റെ മുമ്പിൽ കൈയുയർത്താത്ത ആളുകൾക്ക് സഫർ എന്നല്ല, എല്ലാ മാസത്തിലും അവർ ശ്രദ്ധിക്കണം. എല്ലാ മാസവും അവർക്ക് നെഹ്സാണ്, എല്ലാ ദിവസവും അവർക്ക് നെഹ്സായിരിക്കും. ആർക്ക്? നിസ്കരിക്കാത്ത ആളുകൾക്ക്. ഓൽക്ക് ഒരു വിജയം ഉണ്ടാവില്ല, സഹാദത്തിന്റെ ദിവസം ഓരോ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. നിസ്കരിക്കുന്നവർക്ക് നെഹ്സില്ല, അവർക്ക് അള്ളാഹുവിന്റെ കാവൽ എപ്പോഴും ഉണ്ടാകുന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഉസ്താദുമാര് നെഹ്സുള്ള ദിവസമാണെന്ന് പറയുമ്പോ ഉസ്താദ് ആരാ അങ്ങനെ പറയാന്? ഉസ്താദ് ഇപ്പൊ അങ്ങനെ നെഹ്സ് ഉണ്ടാക്കണോ? എന്ത് നെഹ്സാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. അവര് പണ്ഡിതന്മാരാണ്. അവര് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിവില്ലാത്ത ആളുകളാണ്. നമ്മളിപ്പോ ഒരു വിവാഹം തീരുമാനിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു അത് നെഹ്സുള്ള ദിവസമാണ്, ആ ദിവസം നമുക്ക് മാറ്റി വെക്കാം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, അത് മാറ്റിവെക്കാം, ഉസ്താദ് പറഞ്ഞതുപോലെ എന്ന് പറയുക. അതൊരു നല്ല മനുഷ്യന്റെ അടയാളമാണ്. ആലിമീങ്ങളെ അംഗീകരിക്കുക, ഉലമാക്കളെ അംഗീകരിക്കുക, അവരുടെ കൽപ്പനകൾക്ക് വഴിപ്പെടുക എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ? അത്തീഉല്ലാഹ വർ റസൂൽ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കളെ അംഗീകരിക്കണം, പണ്ഡിതന്മാരെ അംഗീകരിക്കണം, അവർ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുക. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അധ്യാപകർ, മതപണ്ഡിതന്മാർ എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ മേത്തേക്ക് കുതിര കയറാനൊന്നും പോകണ്ട, നമ്മളെ ആഖിബത്ത് മോശമായി പോകും. മഹാന്മാരെ, ഉസ്താദുമാരെ നിരുത്സാഹപ്പെടുത്തിയാൽ നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ആഖിബത്ത് മോശമാകലാണ്. ആഖിബത്ത് മോശമാകുക എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യം മോശമാവും. നമ്മൾ അവസാനം മോശമായി ഈമാനില്ലാതെ മരിച്ചു പോകുമെന്ന് വരെ മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉസ്താദുമാരെ നെഹ്സാണ്, നമുക്ക് ആ ദിവസം ഒന്ന് മാറ്റിവെക്കാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയാ, അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആകയാൽ പറഞ്ഞത്, സഫർ മാസം ദുസ്സഹനത്തിന്റെയോ ഭയപ്പെടേണ്ട ഒരു മാസമല്ല. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.